ഹായ്, ഇന്ന് നമ്മൾ കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളതാണ്. അതായത് ഒരു പണിയുമില്ല. നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പാത്രം എടുക്കണം, അല്ലെങ്കിൽ ഷീറ്റ് എടുക്കണം. അങ്ങനെ മടിയുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കാണിക്കണത്. അപ്പോൾ ഇത് കണ്ടു, ഇത് വലിയൊരു തെങ്ങിൻ്റെ കടയാണ്. അപ്പോൾ അതിൻ്റെ കടത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടു ഇലകൾ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടിയിടും. കണ്ടോ, ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഇങ്ങനെ അടിച്ചു വാരിയ ഇലകളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിച്ചു വാരിയ ഇലകൾ അന്നന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുക. ഒപ്പം നമ്മുടെ കയ്യിലുള്ള വേസ്റ്റുകളില്ലേ, ഇപ്പോൾ ഇതേ കഞ്ഞിവെള്ളം കണ്ട, കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ അന്നന്ന് ഒഴിച്ചു കൊടുക്കും. ഒരു പണിയില്ല കേട്ടോ, എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വേനലിൽ ഇപ്പോൾ ഈ തെങ്ങൊക്കെ അധികം കുറേശ്ശല്ലേ നനയ്ക്കുള്ളൂ. അപ്പോൾ നനയ്ക്കണില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ നമ്മൾ പൊതിയിടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നമ്മൾ ഇത് ഞാൻ കുറേ മുമ്പ് ഇങ്ങനെ അടിച്ച് മഴക്കാലം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇടുന്നതാണ്. ഇതിൻ്റെ അടിഭാഗം നോക്കി കണ്ടോ, അടിഭാഗം കണ്ടോ നിങ്ങൾ, ഇങ്ങനെ ചീഞ്ഞ പോലെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് വന്ന് ഓരോ സൈഡ് എടുത്തിട്ട് ഇതുപോലത്തെ മണ്ണ് കോരിയിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഒഴിവുള്ളപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും ഇനിയിപ്പോൾ ഇഞ്ചി ചേനയൊക്കെ നടന്ന സമയങ്ങളല്ലേ, അപ്പോൾ ഇതൊക്കെ നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ മറ്റേ സൈഡ് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നിങ്ങൾ നോക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, ഒരു ഷീറ്റ് ഇടുക ഒന്നും വേണ്ടല്ലോ. കണ്ട, ഇത്ര ഈസിയിൽ നിങ്ങൾക്ക് കമ്പോസ്റ്റ് എവിടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു തെങ്ങിൻ്റെ കടയാണെങ്കിൽ കണ്ട, നമ്മൾ അന്നന്ന് ഇടുന്ന വേസ്റ്റുകളാണ് ഇതൊക്കെ അവിടെ ഇങ്ങനെ ചീഞ്ഞ് പോക്കുള്ളൂ. നമുക്ക് ഈ ഒരു ഭാഗം നീക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇങ്ങനെ ആയിട്ട് വരുന്നുണ്ടാവും. കണ്ടോ. അപ്പോൾ ഒരു തെങ്ങിൻ്റെ കടയുണ്ടെങ്കിൽ എത്ര എളുപ്പമാണ്, ഒരു ഷീറ്റും വേണ്ട, മറച്ചിടും വേണ്ട. കണ്ട, ഇതൊക്കെ നമുക്ക് ഇനി പച്ചക്കറി നടണയിൽ എടുക്കാൻ പറ്റും. മഴക്കാലത്ത് ഇത് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഈ പോഷകങ്ങൾ അല്ലെങ്കിൽ ഈ കമ്പോസ്റ്റിൻ്റെ ഗുണങ്ങൾ മുഴുവൻ ഈ മണ്ണിലേക്ക് മഴവെള്ളം വരുമ്പം അലിഞ്ഞു പോകും. ഇത് കുറേശ്ശെ അങ്ങനെ നനച്ചിട്ടാൽ മതി. അപ്പോൾ എത്ര എളുപ്പമാണെന്ന് നോക്കി. അപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ളവർ സ്ഥലം അല്ലെങ്കിൽ ഷീറ്റില്ല, പാത്രമില്ല, അതൊന്നും ഒരു പരാതി വേണ്ട. ഇങ്ങനെ ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ച് കൊടുക്കുക. മാത്രമല്ല എന്തെങ്കിലും ഉണങ്ങിയ പട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴങ്ങിൻ്റെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ മൂടിയിട്ട് കൊടുക്കാം, നന്നായി. അപ്പോൾ എത്ര എളുപ്പം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും നിങ്ങളിതൊന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ആർക്കും ഇല്ല. കണ്ട, എത്ര നല്ല വളം നോക്കി. ഇത് മാത്രം ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ പച്ചക്കറികളും ചെടികളും ഒക്കെ വളരും. അപ്പോൾ ഈ വേനൽക്കാലത്ത് ആരും ഇത് മിസ്സാക്കണ്ട, ഏറ്റവും നന്നായി ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കേ.